നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതിയല്ല സാർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ആ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പോടെ നമ്മൾ തുടങ്ങുകയാണ് പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് ജനകീയ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. ആശങ്കകളും പരാതികളും നിങ്ങൾക്ക് അറിയിക്കാം. നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് പരിപാടിയിലേക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനുള്ള നമ്പർ ഇതാണ്: 048428300510. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ അത് 24-ലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുറിപ്പ്, അതിനോട് ചേർന്നുള്ള ദൃശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ അത് വാട്സാപ്പിൽ അയക്കാം. അതിനുള്ള നമ്പർ ഇതാണ്: 6235968937. വളരെ വേദനാജനകമായൊരു വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നത്. തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ് തലയിലൂടെ കയറിയിറങ്ങി 2ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. മണികണ്ഠനാചാരി ശരണ്യ ദമ്പതികളുടെ മകൾ കൃഷ്ണേന്ദുവാണ് മരിച്ചത്. കുട്ടിയുടെ വീടിന്റെ മുന്നിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഇന്ന് ഏകദേശം ഒരു 4:30 മണിയോടുകൂടി നമ്മുടെ കൃഷ്ണേന്ദുവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ബസ്സിൽ വന്നിറങ്ങുകയും കുറച്ച് മുന്നോട്ടേക്ക്, ബസ്സിൽ ഇറങ്ങിയ ശേഷം കുറച്ച് മുന്നോട്ടേക്ക് അത് നടന്നു പോയ സമയത്ത് അവിടെ റോഡിൽ കിടന്ന കേബിളിലോ വയറിലോ കണ്ട് കുഴുങ്ങി ആ വണ്ടിക്ക് അടിയിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. അവിടെ വെച്ച് തന്നെ കുട്ടി മരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഒരു 15 മിനിറ്റ് എടുത്തു ഞാനിവിടെ എത്തി. ഞാൻ വാർഡിലെ മെമ്പറാണ്. ഒരു 15 മിനിറ്റ് എടുത്തു ഞാനിവിടെ എത്താൻ. ഞാനിവിടെ വന്ന സമയത്ത് കുട്ടിയെ കൊണ്ടുപോയി ആംബുലൻസ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അന്നേരം തന്നെ കുട്ടിയെ കൊണ്ടുപോയിരുന്നു. കുട്ടിയുടെ വീട്ടിൽ ഈ സമയത്ത് അച്ഛനും അമ്മയും ആരും ഉണ്ടായിരുന്നില്ല. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വളരെ വേദനാജനകമായ വാർത്തയാണ്. ഈ കുട്ടിയുടെ വീടിന് മുമ്പിൽ വെച്ച് തന്നെയാണ് അപകടമുണ്ടാകുന്നത്. എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ് പ്രതീഷ്? റിജിത്ത്, അത്യന്തം വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് തിരുവനന്തപുരം മടവൂരിൽ ഉണ്ടായത്. നേരത്തെ വാർഡ് മെമ്പർ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകിട്ട് 4:30 കൂടിയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടാകുന്നത്. ഈ മടവൂർ ഗവൺമെന്റ് LPSലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ കൃഷ്ണേന്ദുവാണ് ഈ ബസ് അപകടത്തിൽ മരണപ്പെട്ടത്. ഈ കൃഷ്ണേന്ദു പഠിക്കുന്ന അതേ സ്കൂളിലെ ബസ് തന്നെയാണ് ഈ മരണത്തിനിടയാക്കിയത് എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. അതും ഈ കുട്ടിയുടെ വീടിന് മുൻഭാഗത്ത് തന്നെ അപകടമുണ്ടായി എന്നത് ആ വേദന ഇരട്ടിയാക്കുകയും ചെയ്യുന്നുണ്ട്. 4:30 കൂടി ഈ സ്കൂൾ ബസ്സിൽ കുട്ടി വീടിന് സമീപത്തെത്തുകയും ഈ ബസ്സിൽ നിന്ന് കുട്ടി ഇറങ്ങുകയും ചെയ്തു. പിന്നീട് ഈ സമയത്ത് കുട്ടിയുടെ വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഇതിന്റെ എതിർഭാഗത്തുള്ള ബന്ധുവീട്ടിലേക്ക് പോകാനാണ് കുട്ടി ഒരുങ്ങിയത്. അങ്ങനെ ബന്ധുവീട്ടിലേക്ക് പോകാൻ ഈ സ്കൂൾ ബസിന്റെ മുൻഭാഗത്ത് കൂടി മറികടക്കുന്നതിനിടെയാണ് കുട്ടിയുടെ കാലിൽ ഒരു കേബിൾ കുരുങ്ങുകയും ബസിന്റെ മുൻഭാഗത്തേക്ക് കുട്ടി വീഴുകയും ചെയ്തത്. ഇത് അറിയാതെ ഡ്രൈവർ ബസ് മുന്നോട്ടെടുത്തു എന്നതാണ് നമുക്ക് പ്രാഥമികമായും ലഭിക്കുന്ന വിവരം. ഈ ഘട്ടത്തിൽ ഈ ബസ്സിൽ ഡ്രൈവർക്ക് പുറമെ ആയ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ ബസ് മുന്നോട്ടെടുക്കുകയും കുട്ടിയുടെ തലയിലൂടെ ബസ് കയറി ഇറങ്ങുകയുമായിരുന്നു. ഈ സമയത്ത് ആ ഭാഗത്ത് മറ്റ് നാട്ടുകാരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷയാണ് ഈ അപകടം. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളിയാണ് ഈ അപകടം നേരിട്ട് കണ്ടത്. ഉടൻ തന്നെ ആ ഓട്ടോയിലാണ് അവിടെ നിന്ന് കുട്ടിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. നിലവിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് മൃതദേഹമുള്ളത്. ആശുപത്രിയിൽ എത്തും മുമ്പ് തന്നെ മരണം സംഭവിച്ചുവെന്ന് ആശുപത്രി അധികൃതരും ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 7 വയസ്സാണ് 7 വയസ്സാണ് കൃഷ്ണേന്ദുവിന്. മണികണ്ഠനാചാരി ശരണ്യ ദമ്പതികളുടെ മകളാണ്. ഈ സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൃത്യമായി ആ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളിൽ നിന്നടക്കം മൊഴിയെടുക്കുന്നുണ്ട്. നിലവിൽ ഈ അപകടമുണ്ടാക്കിയ ബസ് കസ്റ്റഡിയിലെടുക്കുകയും ബസ് ഡ്രൈവറെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഡ്രൈവറിൽ നിന്നും വിശദമായി മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കുട്ടി മുന്നിലൂടെ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതാണ് ഡ്രൈവർ പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും കൃത്യമായൊരു പരിശോധന ഇതിൽ നടത്തുമെന്നാണ് പോലീസും അറിയിക്കുന്നത്. ശ്രീജിത്ത്. ശരി, MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അത്രയും വേദനാജനകമായ വാർത്തയാണ്. 2ാം ക്ലാസ്സുകാരിക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. MG പ്രതീഷ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി നമ്മൾ കടക്കുന്നുണ്ട്. ലൈംഗികാധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് തിരിച്ചടി. ബോബി ജയിലിൽ തുടരും. പൊതുവിടങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ബോബി ചെമ്മണ്ണൂരിനോട് ഹൈക്കോടതി.
എല്ലാ പൗരന്മാർക്കും ഉള്ള അവകാശം മാത്രമാണ് ബോബിക്കുമുള്ളതെന്നും അടിയന്തരമായി ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട സാഹചര്യമില്ല എന്നും കോടതി വ്യക്തമാക്കി. ജാമ്യാപേക്ഷ ഇനി ചൊവ്വാഴ്ച പരിഗണിക്കും. തെറ്റിനി ആവർത്തിക്കില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നു. കേസിൽ നിർണായകമായത് നടി ഹണി റോസിന്റെ രഹസ്യമൊഴിയെന്ന് കൊച്ചി DCP അശ്വതി ജിജി. മെയിൻ ഒരു റീസൺ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനിയിപ്പം അറസ്റ്റിലായിരിക്കുന്നത്. മോശമായ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ഒന്നും പറയാനില്ല. കോടതി ജാമ്യം നിഷേധിച്ചു. വാവിട്ട വാക്കിലെ കസ്റ്റഡി, പകലന്തിയോളം നീണ്ട നാടകീയത, മജിസ്ട്രേറ്റ് കോടതിയിലെ തിരിച്ചടി, അഴിയെണ്ണി മടുത്തതോടെ എങ്ങനെയെങ്കിലും പകൽ വെളിച്ചം കാണുക ലക്ഷ്യമിട്ടാണ് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിലേക്ക് ഇന്ന് എത്തിയത്. നടി ഹണി റോസിനെതിരെ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയതിന് റിമാൻഡിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ചൊവ്വാഴ്ച വരെ ജയിലിൽ തുടരും. അടിയന്തരമായി ജാമ്യഹർജി പരിഗണിക്കണമെന്ന ബോബിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയതോടെയാണ് ജയിൽവാസം നീളുന്നത്. ഇടക്കാല ജാമ്യത്തിനായി ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ശ്രമം നടത്തിയെങ്കിലും എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശം മാത്രമാണ് ബോബിക്കും ഉള്ളതെന്നും അടിയന്തരമായി ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്നും ഹൈക്കോടതി നിലപാടെടുത്തു. പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ബോബി ചെമ്മണ്ണൂരിനോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ ഉറപ്പ് നൽകിയെങ്കിലും മറുപടി പറയാൻ സർക്കാരിന് സമയം നൽകിയ കോടതി ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. അപ്രതീക്ഷിത തിരിച്ചടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. ഇടക്കാല ജാമ്യമെങ്കിലും കിട്ടുമെന്ന് കരുതി അഭിഭാഷക പടയെ തന്നെ ഇറക്കിയെങ്കിലും ഉപദേശവും കേട്ട് തിരികെ പോരേണ്ടി വന്നു. പോലീസ് വിചാരിച്ചിടത്ത് കാര്യങ്ങൾ എത്തി. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷ നൽകിയത്. നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല, തനിക്കെതിരെ ആരോപിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ലെന്നും ബോബി ചെമ്മണ്ണൂർ ജാമ്യഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇരവാദമുയർത്തിയ ബോബി ചെമ്മണ്ണൂർ നടി തന്നെ വേട്ടയാടുകയാണെന്ന് കോടതിയിൽ അറിയിക്കുകയുണ്ടായി. ഇനി ചൊവ്വാഴ്ച കേസെടുത്താൽ തന്നെ പോലീസ് നിലപാട് ഘടിപ്പിച്ചാൽ ബോബിയും അഭിഭാഷക സംഘവും കോടതി മുറിയിൽ വിയർക്കും. അതല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ. ജാമ്യത്തിന് മൂവ് ചെയ്യുന്നുണ്ട്. ഇന്നും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കാക്കനാട് ജില്ലാ ജയിലിൽ വെജിറ്റേറിയൻ ഭക്ഷണമാണ്. നാളെ മട്ടൻ കറിയും കൂട്ടിയാണ് ശാപ്പാട്. തൽക്കാലം ചൊവ്വാഴ്ച വരെ നല്ല ഭക്ഷണവും വിശ്രമവുമായി ബോബി ചെമ്മണ്ണൂരിന് അഴിയെണ്ണൽ തുടരാം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഒരു 2ാം ക്ലാസ്സുകാരിക്ക് ജീവൻ നഷ്ടമായതിൻ്റെ വിവരം അല്പസമയം മുമ്പാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇപ്പോഴൊരു പുതിയ മറ്റൊരു അപകട വാർത്ത കൂടി പുറത്തു വരികയാണ്. അത് കൊല്ലത്ത് നിന്നാണ്. കൊല്ലം മീയണ്ണൂരിൽ KSRTC ബസ് മറിഞ്ഞു. ആക്സിൽ ഒടിഞ്ഞ വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, എന്താണ് ഈ അപകടത്തിന് കാരണം? ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ അരുൺരാജ്? ശ്രീജിത്ത്, വൈകിട്ട് 5:45ഓടെയാണ് സംഭവം. കൊല്ലത്ത് നിന്ന് പോയ KSRTC വാഹനമാണ് മറിഞ്ഞത്. മീയണ്ണൂരിന് സമീപം വെച്ച് ഈ വാഹനത്തിന്റെ ആക്സിൽ ഒടിയുകയും ആ വാഹനം നിയന്ത്രണം വിട്ട് സമീപത്തെ കടയിലിടിച്ച് മറിഞ്ഞു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ പോലീസ് അടക്കം യാത്ര തിരിച്ചിട്ടുണ്ട്. സ്ഥലത്ത് ഈ അപകടത്തിൽ പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചിലർക്ക് പരിക്ക് ഗുരുതരമാണ്, മറ്റു ചിലരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും സംഭവത്തിന് പിന്നാലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനോടെ നടത്തിയിരുന്നു. ഈ വാഹനത്തിന്റെ ആക്സിൽ ഒടിഞ്ഞതാണ് ഈ വാഹനം നിയന്ത്രണം വിടാൻ കാരണം എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ വാഹനം നിയന്ത്രണം വിട്ട ഉടനെ സമീപത്തെ കടയിലിടിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് വാഹനം മറിയുകയും ചെയ്തത്. പരിക്കേറ്റവർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അരുൺരാജ്, ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഈ ഒരുപാട് പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്ന സാഹചര്യമുണ്ടോ അരുൺരാജ്?
നിലവിൽ 3 പേരുടെ ആരോഗ്യനില സംബന്ധിച്ചാണ് നിലവിൽ പ്രശ്നം പറയുന്നത്. പക്ഷേ ഈ മറ്റുള്ളവരുടെ സാധാരണ രീതിയിലുള്ള പരിക്കാണ്. പക്ഷേ ആ വാഹനം അനുസരിച്ചാണെങ്കിൽ അത് കൂടുതൽ പരിക്കുണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് ആദ്യം ലഭിച്ച വിവരം. പക്ഷേ നാട്ടുകാർ തന്നെ പറയുന്നത് വാഹനത്തിൽ അധികം യാത്രക്കാരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തിന്റെ വ്യാപ്തിയടക്കം ഇപ്പോൾ വലിയ തോതിൽ ഉണ്ടാകാതിരുന്നത്. എന്തായാലും വൈകിട്ട് 5:45 ശേഷമാണ് ഈ വാഹനം മറിഞ്ഞത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ ഈ പരിക്കേറ്റ ഡ്രൈവറെയും കണ്ടക്ടറെയും അടക്കം ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇനി യാത്രക്കാരിൽ നിന്നും സമീപത്തെ ആൾക്കാരിൽ നിന്നും അടക്കം വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ മാത്രമായിരിക്കും കൂടുതൽ ഈ അപകടത്തിന്റെ കാരണമടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത ഉണ്ടാവുക. എന്തായാലും വാഹനത്തിന്റെ ആക്സിൽ ഒടിഞ്ഞ് വാഹനം അമിത വേഗതയിലേക്ക് മാറുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഡ്രൈവർ നൽകിയിരിക്കുന്ന പ്രാഥമികമായ വിവരം. ശരി, അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇങ്ങനെ വാഹനാപകടങ്ങളുടെ വാർത്തയില്ലാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. അത് പ്രേക്ഷകർക്കും അറിയാം. ഓരോ ദിവസവും എത്ര അപകടത്തിൻ്റെ വാർത്തകളാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുന്നത് എന്നുള്ളത്. കമൻറ്റ് ബോക്സിൽ ചില പ്രേക്ഷകർ ഈ അപകടങ്ങളുമായി ബന്ധപ്പെട്ട്, അതിൽ തന്നെ ഈ 2ാം ക്ലാസ്സുകാരിക്ക് ജീവൻ നഷ്ടമായ അപകടവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ഈ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് അടിയന്തരമായി ബോധവൽക്കരണ ക്ലാസ് നൽകണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ പ്രേക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചില നടപടികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഈ അപകടങ്ങളുടെ കണക്ക് കുറയ്ക്കാൻ ഒരു ഘട്ടത്തിൽ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഈ അപകടങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ അപകടങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ അത് കൂടി വരികയല്ലാതെ അത് കുറയുന്നില്ല എന്നുള്ളതും വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. ഷോർട്ട് ബ്രേക്ക്. വാർത്തകളിലേക്ക് വീണ്ടും. പാലക്കാട് കീഴായൂരിൽ വീട് ജപ്തി ചെയ്യാൻ ഉദ്യോഗസ്ഥരെത്തിയതിന് പിന്നാലെ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വീട്ടമ്മ മരിച്ചു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കിഴക്കേപ്പുരയ്ക്കൽ വീട്ടിൽ ജയയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകും. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും. സംസ്കാരം നാളെയാണ് എന്നടക്കമുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട്. നിഖിൽ പ്രമേഷ്, വിവരങ്ങൾ എന്താണ്? ജപ്തിക്കിടെയുള്ള ആത്മഹത്യ, വിശദാംശങ്ങൾ നിഖിൽ. ശ്രീജിത്ത്, ഇന്ന് ഷൊർണൂർ അർബൻ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീട്ടിൽ ജപ്തി ചെയ്യാൻ വേണ്ടി എത്തിയപ്പോഴാണ് ജയ വീടിനകത്ത് കയറി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയത്. 80% പൊള്ളലേറ്റ ഇവരെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുകയായിരുന്നു. അവിടെ വെച്ചാണ് അവരുടെ മരണം സംഭവിക്കുന്നത്. ഇവർ വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട് വായ്പാ തിരിച്ചടവ് മുടങ്ങിയിരുന്നതേ തുടർന്നാണ് ബാങ്ക് അധികൃതർ ജപ്തി ചെയ്യാൻ വേണ്ടി ഇവരുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. ഉദ്യോഗസ്ഥർ എത്തിയെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ജയ വീടിനകത്ത് കയറി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇവർക്ക് 50% പൊള്ളലേറ്റിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം പ്രാദേശികമായ ആശുപത്രിയിൽ, പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും ഇവരെ കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ അവിടെ വെച്ച് മരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കി നാളെ സംസ്കാരം നടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. ഈ സാമ്പത്തിക ബാധ്യത എങ്ങനെയാണ് ഈ ജപ്തിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്? എന്താണ് നിഖിൽ? ഇവർ ഏതാണ്ട് 4 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരുന്നത്. വർഷങ്ങളായി ഇത് മുടങ്ങി കിടക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഏതാണ്ട് 9 ലക്ഷത്തോളം രൂപ ഒക്കെ തിരിച്ചടവുണ്ടായിരുന്നു. ഈ തുക അടയ്ക്കാൻ കഴിയാതെ വന്നതോടുകൂടി ആണ് ഈ വീട് ജപ്തി ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ബാങ്ക് അധികൃതർ മാറിയത്. തങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ വിശദീകരിക്കുന്നത്. നേരത്തെ തന്നെ കൃത്യമായി അവർക്ക് നോട്ടീസും മറ്റും നൽകുകയും ഒക്കെ ചെയ്ത ശേഷമാണ് ഈ ജപ്തി നടപടിയിലേക്ക് കടന്നത് എന്നുള്ളതാണ് ബാങ്ക് അധികൃതർ വിശദീകരിക്കുന്നത്. എന്തായാലും ബാങ്ക് അധികൃതർ വീടിന് മുറ്റത്തെത്തിയ ഉടനെ തന്നെ ഈ വീട്ടമ്മ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വീടിനകത്ത് കയറി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഉടനെ തന്നെ ഓടിക്കൂടിയ നാട്ടുകാരും മറ്റുമാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. അപ്പോഴേക്കും തന്നെ അവരുടെ ആരോഗ്യനില വളരെ ഗുരുതരമായിരുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശരി, നിഖിൽ പ്രമേഷ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. 4 ലക്ഷം രൂപയുടെ വായ്പയാണ് പിന്നീട് അത് പലിശ സഹിതം 9 ലക്ഷം രൂപയിലേക്ക് എത്തി. പിന്നീട് ജപ്തി ചെയ്യാൻ ഉദ്യോഗസ്ഥരെത്തിയതിന് പിന്നാലെ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വീട്ടമ്മ ജയയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. വയനാട് തിരുനെല്ലി മുള്ളൻകൊല്ലിയിൽ കാലിനും തുമ്പിക്കൈക്കും പരിക്കേറ്റ കുട്ടിയാന നാട്ടിലിറങ്ങി. വന്യജീവി ആക്രമണത്തിലാണ് പരിക്കേറ്റത് എന്നാണ് കരുതുന്നത്. ആനയെ വനവകുപ്പ് പിടികൂടി ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. കുട്ടിയാന ഇപ്പോൾ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഇന്നത്തെ ദിവസം ആ കുഞ്ഞാന നമ്മളെ ചില്ലറയൊന്നുമല്ല ഓടിച്ചത്. ഇന്ന് രാവിലെ മുതലാണ് ഒരു കുട്ടിയാന കാട്ടിക്കുളം മുള്ളൻകൊല്ലിയിൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽ വരുന്നത്. ഇവിടുത്തെ തോട്ടങ്ങളിലും റോഡിലും വീടുകൾക്ക് സമീപത്തും കുട്ടിയാന എത്തി. ഗുരുതരമായ പരിക്കുകൾ ആനയുടെ ശരീരത്തിലുണ്ടായിരുന്നു. തൃശ്ശിലേരി വനമേഖലയിൽ നിന്നാണ് കുട്ടിയാന എത്തിയത്. കാലിനും തുമ്പിക്കൈക്കും സാരമായ പരിക്കുണ്ടായിരുന്നു. കാടോരത്ത് താമസിക്കുന്നവർ പുലർച്ചെ മുതൽ തള്ളയാനയുടെ കരച്ചിൽ കേട്ടിരുന്നു. ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കുട്ടിയാന തോട്ടങ്ങളിലും വീടുകൾക്ക് സമീപത്തും കറങ്ങി നടന്നു.
ചെവി ഒരു വർഷം പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മുറിവുണ്ട്. വേറെ കുഴപ്പമൊന്നും കാണാനില്ല. കടുവ ഓടിച്ചിട്ടാണ് ഇത് ഓടി വന്നത്. എന്തായാലും കാലിന് നല്ല മുറിവുണ്ട്. അതേപോലെ തന്നെ ഇന്ന് തള്ളയാന കുട്ടീനെ തെരഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. DFO മാർട്ടിൻ ലോവൽ, വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി. വല വീശുന്നതിനിടയിൽ കുട്ടിയാന ഓട്ടം തുടങ്ങി. ഒടുവിൽ വീടിന് സമീപത്തെ മാവിന് താഴെ വെച്ച് ആനയെ വലയിലാക്കി. 1 വയസ്സുള്ള കുട്ടിയാനയാണിത്. ആനയുടെ കാൽപാദം തകർന്ന നിലയിലാണ്. തോൽപ്പെട്ടിയിലെത്തിച്ച് ശുശ്രൂഷ നൽകി. നിരീക്ഷണത്തിൽ തുടരുകയാണ് കുട്ടിയാന. കുട്ടിയാനയെ തോൽപ്പെട്ടിയിലെ വനംവകുപ്പ് ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുറിവുണങ്ങാൻ ഏറെക്കാലമെടുക്കും. പരിചരണം നൽകുന്നുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. കമന്റ് ബോക്സിൽ ചില പ്രേക്ഷകർ ഈ കുഞ്ഞനാനയെ കുട്ടിയാനയെ കാണാൻ നല്ല രസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അങ്ങനെയല്ല. ഈ കുട്ടിയാനയ്ക്ക് പിന്നാലെ ആനക്കൂട്ടവും എത്തുമോ എന്ന ആശങ്ക ആ പ്രദേശവാസികൾക്കുണ്ട്. നോക്കാം ചില പ്രതികരണങ്ങൾ. കടുവ ഓടിച്ചിട്ടാണ് ആന ഇങ്ങോട്ട് ഓടി വന്നത്, ആനക്കുട്ടി ഓടി വന്നത്. അതിൻ്റെ ആ കുട്ടിയുടെ അമ്മ ആന അവിടെ ഭയങ്കര കരച്ചിലാണ്. ഇപ്പോൾ രാത്രി ആയാൽ ചിലപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ വീട് ഫോറസ്റ്റിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഇറങ്ങി വരാൻ സാധ്യതയും രാത്രി കാലത്ത് ഇതിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. സ്ഥിരമായിട്ട് ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫെൻസിങ്ങിൻ്റെ ഇത് ഇട്ടുകൊണ്ട് വലിയ ശല്യമില്ല. എന്നാലും ഈ കുട്ടിയാന ഇങ്ങോട്ട് ഇറങ്ങിയത് കൊണ്ട് ഇപ്പം ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. കൊല്ലിയിൽ 1/2 കിലോമീറ്റർ അപ്പുറമാണ് ഇതിൽ കൊല്ലിയുള്ളത്. അവിടെ ആന ഇപ്പോൾ ഉണ്ട് ഓൾറെഡി. ഇനിയിപ്പോൾ രാത്രി ആകുമ്പോൾ ചിലപ്പം കുഞ്ഞിനെ അന്വേഷിച്ച് ചിലപ്പം കയറി വരാൻ സാധ്യതയുണ്ട്. കാട് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ കഴിഞ്ഞാൽ ഫോറസ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ കുട്ടിയാനയുമായി ബന്ധപ്പെട്ടപ്പോൾ ഏറ്റവും ഒടുവിലായ ഒരു വിവരം കൂടി വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അത് ഈ വയനാട് തിരുനെല്ലി മുള്ളൻകൊല്ലിയിൽ നാട്ടിലിറങ്ങിയ ഈ കുട്ടിയാനയെ ചികിത്സയ്ക്ക് ശേഷം കാട്ടിൽ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആനയെ വനവകുപ്പ് തുടർച്ചയായി നിരീക്ഷിക്കും. തള്ളയാന നിൽക്കുന്ന മേഖലയിൽ എത്തുന്ന വിധത്തിലാണ് കുട്ടിയാനയെ വിട്ടിരിക്കുന്നത് എന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എന്തായാലും ആ ആനക്കൂട്ടത്തിനൊപ്പം, തള്ളയാന നിൽക്കുന്ന കൂട്ടത്തിനൊപ്പം ചേരാൻ കുട്ടിയാനയ്ക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കാം. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, ഇപ്പോൾ ഈ പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയതിനു ശേഷം നല്ല പരിക്കുണ്ടായിരുന്നു തുമ്പിക്കൈയിലും കാലിലുമൊക്കെ. അതിനൊക്കെ ചികിത്സ നൽകിയതിനു ശേഷം കാട്ടിലേക്ക് തന്നെ ഈ കുട്ടിയാനയെ വിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ തള്ളയാന നിൽക്കുന്ന മേഖലയിലാണ്. അത് ആനക്കൂട്ടത്തിനൊപ്പം തന്നെ ചേരാനുള്ള സാധ്യത വനവകുപ്പ് എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? റിജിത്ത്, തോൽപ്പെട്ടി മേഖലയിൽ അവിടെ നിന്നുമാണ് ആനയെ ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചിരിക്കുന്നത്. അതായത് അതിനു വേണ്ട ചികിത്സ, ആന്റിബയോട്ടിക്കുകൾ, ഒപ്പം തന്നെ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടൽ ഉൾപ്പെടെയുള്ളവ എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് പ്രോട്ടോകോൾ പ്രകാരം എല്ലാ നടപടികളും പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഈ ആനയെ വൈകിട്ടോടുകൂടി തിരിച്ച് വനം മേഖലയിലേക്ക് അയച്ചിരിക്കുന്നത്. അതായത് ഈ തള്ളയാന നിൽക്കുന്ന ആ സ്ഥലത്തേക്ക്, അതായത് നിൽക്കുന്ന പ്രദേശത്തേക്ക് എത്താവുന്ന വിധത്തിലാണ് ഇപ്പോൾ ആനയെ അയച്ചിട്ടുള്ളത്. എന്തായാലും അത് സുഖപ്പെട്ടു വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത്. മാത്രമല്ല ഈ അതിന്റെ മോണിറ്ററിംഗ് തുടരാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. അത് ആനയെ തുടർച്ചയായി വാച്ചർമാരെ ഉപയോഗിച്ചുകൊണ്ട് അതൊരു മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് മുള്ളംകൊല്ലി, തിരുനെല്ലി തൃശ്ശിലേരിക്ക് അടുത്തുള്ള മുള്ളംകൊല്ലി എന്ന് പറയുന്ന പ്രദേശത്ത് കാട് വിട്ട് ആന ഇറങ്ങി വന്നത് വന്യമൃഗത്തിന്റെ ആക്രമണം ആണ് ഉണ്ടായിട്ടുള്ളത്. അതേ തുടർന്നാണ് പരിക്കേറ്റാണ് ഈ ആന നാട്ടിലേക്ക് ഇറങ്ങി വന്നതെന്നുള്ളതാണ് വ്യക്തമാവുന്നത്. എന്തായാലും അത് ഏതൊരു വന്യമൃഗം ഓടിച്ചതാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുമുണ്ട്. ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആണ് ചികിത്സ ലഭ്യമാക്കി ആനയെ കാട്ടിലേക്ക് അയച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ DFO മാർട്ടിൻ ലോവലും സ്ഥലത്തുണ്ടായിരുന്നു. ഇവരുടെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ ആനയെ കാട്ടിലേക്ക് അയക്കുന്ന നടപടി പൂർത്തിയാക്കിയിരിക്കുന്നത്. ശ്രീജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. തള്ളയാന നിൽക്കുന്ന മേഖലയിൽ എത്തുന്ന വിധത്തിൽ ഇപ്പോൾ ഈ കുട്ടിയാനയെ ചികിത്സയൊക്കെ നൽകിയതിനു ശേഷം, ഉഷാറാക്കിയതിനു ശേഷം കാട്ടിലേക്ക് തന്നെ വിട്ടിട്ടുണ്ട്. ആ ആനക്കൂട്ടത്തിനൊപ്പം അത് ഉടൻ തന്നെ ചേരും എന്ന് നമുക്ക് കരുതാം. കോഴിക്കോട് കക്കോടി KSEBക്ക് സമീപം അപകട ഭീഷണിയായി തേനീച്ചക്കൂട്ടം. പ്രദേശത്തെ കടകൾ താൽക്കാലികമായി അടച്ചു. ഫയർഫോഴ്സിലും വനംവകുപ്പിലും വിവരമറിയിച്ചിട്ടും നടപടിയില്ല എന്നാണ് പരാതി. ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നുച്ചയ്ക്ക് 1:30-2 മണിയോട് കൂടിയിട്ടാണ് പെട്ടെന്ന്
ഈ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് തേനീച്ച ഇവിടേക്ക് ഒന്നാകെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കക്കോടി KSEB ഓഫീസിന് എതിർവശത്താണ്. അവിടെയുള്ള ചപ്പാത്തി കമ്പനിക്ക് സമീപത്താണ് ഇത്തരത്തിൽ ഈ തേനീച്ച ഒന്നാകെ കൂടുകൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നിൽക്കുന്ന ഒരു തേനീച്ച കൂട്ടമാണെങ്കിൽ ഉച്ചയ്ക്ക് ഇതായിരുന്നില്ല സാഹചര്യം. ഇവിടെയുള്ള കടകളിൽ മുഴുവനായിട്ടും അല്ലെങ്കിൽ ഈ പ്രദേശത്തൊന്നാകെ വട്ടം ചുറ്റി ഇവിടെയുള്ള ആളുകൾക്ക് അവരുടെ സ്വൈര്യജീവിതം നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു ഉച്ചയ്ക്കുണ്ടായിരുന്ന സാഹചര്യം. പിന്നീട് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു. നമ്മളിവിടെ വരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഈ വലിയ രീതിയിൽ ഈ തേനീച്ചക്കൂട്ടം ഒന്നായിട്ട് ഇളകി ഈ പ്രദേശത്ത് ആകെ ഇങ്ങനെ പറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറേ കൂടി സാഹചര്യം നിയന്ത്രണമായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. ഇത് ശരിക്കും ഉച്ചയ്ക്കല്ലായിരുന്നു ഈ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 2 മണി സമയത്ത് ഞങ്ങൾ പള്ളിയിൽ പോയ സമയത്ത് ഷട്ടർ താത്തിട്ടായിരുന്നു. പള്ളിയിൽ നിന്ന് പോയി വന്നപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഈ പ്രാണികൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ കൂടുകൂട്ടിയത്. ഇതിപ്പം ആൾക്കാരെ വിളിച്ച് അറിയിച്ചപ്പോൾ ഫയർഫോഴ്സിനെയും വനശ്രീനെയൊക്കെ വിളിച്ച് അറിയിച്ചപ്പോൾ എന്താ അവർ പറഞ്ഞത്? ഫയർഫോഴ്സിൽ വിളിച്ചപ്പോൾ അവരെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരാണ് വനം വകുപ്പിൻ്റെ നമ്പർ തന്നത്. അതിൽ വിളിച്ചപ്പോൾ ആദ്യം അവരായിരുന്നു, ഇപ്പോൾ അവരല്ല, ഇപ്പോൾ ഇങ്ങനെ പ്രൈവറ്റ് ആളുകളാണ് ഇങ്ങനെ ചെയ്യൽ എന്ന് പറഞ്ഞു. അവർക്ക് നമ്പർ തരാൻ, ഞങ്ങളെ നമ്പർ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരാൾ വിളിച്ചിരുന്നു നൈറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞു. അതാണ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇപ്പം ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അല്ലേ? ഉച്ച 2 മണിക്ക്. നിങ്ങളെ പണി തടസ്സപ്പെട്ടോ? കുറഞ്ഞ തടസ്സപ്പെടുത്തി ഭാഗമൊക്കെ അടച്ചിട്ടാണല്ലോ. ഇനി വേറെ റൂമിലേക്ക് മാറ്റിയതാണ്. എങ്ങനെ പെട്ടെന്ന് ഇത് വരികയായിരുന്നു? 10 മിനിറ്റ് കൊണ്ടാണ് കൂട് ഉണ്ടാക്കിയത്. വേറെ ഒന്നുമില്ല. ആദ്യം ഒരു 5-8 പ്രാണികൾ വന്നാൽ ഇത് ഈച്ച വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ടാക്കി കൂടാക്കിയത്. ഇത് എപ്പോഴായിരുന്നു? 2 മണിയായി. 2 മണിക്കാണ് ഇത് ഫസ്റ്റ് കണ്ടത്. അപ്പോൾ ആ സമയത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് കൂടുതലായിട്ടാണ് കാണുന്നത്. കസ്റ്റമർ ഒന്നും വന്നിട്ടില്ല. ഇന്നത്തെ കച്ചവടമൊക്കെ പ്രശ്നമായിരിക്കും. ഇത് കാരണം കസ്റ്റമർ ആരും വരുന്നില്ല ഇങ്ങോട്ട്, ഇത് പേടിച്ചിട്ട്. അതാണ് പ്രധാനമായിട്ടും. കാരണം നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ, ഇപ്പോൾ നമുക്ക് കാണാം. കാരണം ഇത്രയും വലിയ കൂട് കൂട്ടുന്ന ഘട്ടത്തിൽ അത് എത്രത്തോളം ഭീഷണിയാണ് ഈ പ്രദേശത്തെ എന്നുള്ളത്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇത് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ ബുദ്ധിമുട്ടാണോ? അതെ, ബുദ്ധിമുട്ട് തന്നെയാണ്. ആ സമയത്ത് ഞാൻ 2 മണിക്ക് കട അടച്ചതാണ്. 2 മണിക്ക് കട അടച്ചിട്ട് പിന്നെ 4:30 മണിക്കാണ് കട തുറന്നത്. ആ സമയത്ത് ഒന്നായിട്ട് ഇത് സ്പ്രെഡായും കളഞ്ഞിട്ട് ഇവിടെയൊക്കെ വണ്ടിക്കാരും ബസ്സുകാർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബൈക്കാരൊക്കെ ഒരു ബൈക്ക് ഒന്നിൻ്റെ പിന്നിൽ കൊണ്ട് ചിടിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് മാറി ഷട്ടറൊക്കെ താത്തി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നതാണ്. പിന്നീടാണ് ഇതൊക്കെ ഒന്ന് അടങ്ങി നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ച് സമയമായിട്ട് നിങ്ങൾ വനംവകുപ്പിലും ഫോറസ്റ്റിലേക്ക് വിളിച്ചു? 2 സ്ഥലത്തേക്കും വിളിച്ചു. അപ്പോൾ ഓരോരുത്തരും പറയുന്നത് ഞങ്ങളെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞ് അതങ്ങനെ നിന്ന്. പിന്നെ നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ ചിലർ പറയും അത് അപകടം പിടിച്ച സാധനമാണെന്ന്. ആർക്കും അതിനെപ്പറ്റി അറിയില്ല, കറക്റ്റ് ആർക്കും അറിയില്ല എന്താണെന്നുള്ളത്. ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ സർക്കാർ വകുപ്പുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊഴിയുകയാണ്, ജനങ്ങളെ കഴുതുകളാക്കുകയാണ്. അപ്പോൾ അതല്ല എന്തായാലും നിലവിൽ ഇവിടെ ഇവർക്ക് ആവശ്യം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമാണ്. എന്തായാലും ഏറെ ഭീതി ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പം ഈ പ്രശ്നത്തിൽ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെടണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഒക്കെ തന്നെ ആവശ്യം. സംഭവസ്ഥലത്ത് നിന്നും ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ. അധികൃതർക്ക് മുമ്പിലേക്ക് ഞങ്ങൾ ആ റിപ്പോർട്ട് വെക്കുകയാണ്. വേണ്ട ഇടപെടൽ ഉടൻ തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അവിടെയുള്ള ഈ വ്യാപാരികളുടെയൊക്കെ ആശങ്ക പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ജെയ്മോൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ കുറിക്കുന്നത്, നേരത്തെ നമ്മൾ പങ്കുവെച്ച ഈ 2ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യമുണ്ടായ ആ വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. അത് യാതൊരു ഉത്തരവാദിത്വമില്ലാതെയാണ് ആ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറും ആയും പ്രവർത്തിച്ചത്. അവർ ഈ കുട്ടികൾ ഇറങ്ങിപ്പോയതിനു ശേഷം അവർ സുരക്ഷിതമായി എത്തി എന്നുള്ള കാര്യം ഉറപ്പുവരുത്തൽ കൂടി അവരുടെ ജോലിയാണ്. ഇങ്ങനെ ഇറക്കി വിട്ടാൽ അവരുടെ ജോലി തീരില്ല എന്നുള്ള കാര്യം പറയുന്നത്. കർശനമായ നടപടി ആ വിഷയത്തിൽ വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആ പ്രേക്ഷകൻ. അതുപോലെ ഈ കുട്ടിയാനയുമായി ബന്ധപ്പെട്ട് അമ്മയാന അന്വേഷിച്ച് വന്നിരുന്നെങ്കിൽ വിട്ടാൽ പോരായിരുന്നോ, അല്ലെങ്കിൽ നമുക്ക് സംസ്ഥാനത്തിന് വനംവകുപ്പിന് തന്നെ അത് ആ കുട്ടിയാനയെ വളർത്തിക്കൂടെ എന്നുള്ള ചോദ്യം രശ്മി എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ വനംവകുപ്പിന് അതുമായി ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങളുണ്ട്. അതിനനുസരിച്ചുള്ള നടപടികളാണ് അവർ ചെയ്യുക. അങ്ങനെ കാട്ടിലേക്ക് കയറ്റി വിടാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ സംരക്ഷിക്കുക എന്നുള്ള തീരുമാനത്തിലൊക്കെ സാധാരണ നിലയിൽ പോകാറുള്ളത്. അടുത്ത റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ വേങ്ങരയിൽ വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി NV ശ്രീനന്ദയാണ് മരിച്ചത്. സ്കൂളിലേക്ക് പോകുന്നതിനിടെ കുഴഞ്ഞ് തോട്ടിലേക്ക് വീഴുകയായിരുന്നു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, ഈ തോട്ടിലേക്ക് വീണതാണോ മരണത്തിന് കാരണമായത്? അരുൺ, ഇതിന്റെ കണ്ണൂർ പഴയങ്ങാടി വെങ്ങരയിൽ ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്.
അത് സഹോദരനൊപ്പം ഈ സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടി ബസ് കയറുന്നതിന് വേണ്ടി നടക്കുന്നതിനിടെയാണ് ഈ റോഡരികിലെ ഒരു തോട്ടിലേക്ക് ഈ ശ്രീനന്ദ കുഴഞ്ഞ് വീണത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും വനിതയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 15 വയസ്സാണ് പ്രായം. മരണകാരണം എന്താണെന്ന് വ്യക്തമല്ല. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ എന്താണ് മരണകാരണം സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാവൂ. നടന്നുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് കുഴഞ്ഞു വീണ് ഈ തോട്ടിലേക്ക് വീഴുകയായിരുന്നു എന്നതാണ് അവിടെ ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറഞ്ഞത്. ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അവരുടെ മരണം സംഭവിക്കുകയായിരുന്നു. ശരി, കണ്ണൂർ വെങ്ങരയിലാണ് വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചത്. മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി NV ശ്രീനന്ദയാണ് മരിച്ചത്. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ നിയമന വിവാദം ചർച്ചയാകുന്നതിനിടെ MLA IC ബാലകൃഷ്ണ കുരുക്കായി ഒരു ശുപാർശ കത്ത് ഇന്ന് പുറത്തുവന്നു. DCC പ്രസിഡന്റായിരിക്കെ സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ സ്വീപ്പർ തസ്തികയിലേക്ക് നിയമനം നൽകണം എന്നാണ് IC ബാലകൃഷ്ണൻ ശുപാർശ ചെയ്യുന്ന കത്ത്. ആ കത്താണ് പുറത്തുവന്നത്. അതേസമയം NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട IC ബാലകൃഷ്ണനെയും DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള പ്രതിഷേധം അത് ശക്തമാക്കുകയാണ് CPIM. അറസ്റ്റ് തൽക്കാലത്തേക്ക് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തടഞ്ഞിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലെ ആസ്ഥാനത്തെ കോൺഗ്രസ് പ്രസ്ഥാനം അസാധാരണമായ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. DCC ട്രഷററായിരുന്ന NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളുമാണ് ഇതിനു കാരണം. DCC നേതാക്കളുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് പ്രക്ഷോഭപാതയിലാണ് CPIM. NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ പ്രതികളാക്കിയാണ് കഴിഞ്ഞ ദിവസം കേസെടുത്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതോടെ അറസ്റ്റിനുള്ള സാധ്യത കണക്കിലെടുത്താണ് പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിച്ച കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 15-ാം തീയതി വരെ അറസ്റ്റ് പാടില്ലെന്ന് പോലീസിന് വാക്കാൽ നിർദ്ദേശം നൽകി. IC ബാലകൃഷ്ണന്റെയും ND അപ്പച്ചന്റെയും ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയതോടെ ഇവർ ഒളിവിൽ പോയതായുള്ള അഭ്യൂഹം ശക്തമായി. ഇതോടെ IC ബാലകൃഷ്ണൻ ആരോപണം നിഷേധിച്ചു. ഞാൻ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കർണാടകയിൽ വന്നതാണ്. എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ മാരേജ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നോ നാളെയായിട്ട് നാട്ടിലെത്തും. ഞാനൊരു ജനപ്രതി എന്ന നിലയ്ക്ക് ഒളിച്ചോടേണ്ട ആളല്ല, ഒളിവിൽ പോകേണ്ട ആളല്ല. നീതിന്യായ ബഹുമാനപ്പെട്ട കോടതിയെ എന്നെ സംബന്ധിച്ച് എനിക്ക് വിശ്വാസമുണ്ട്. 2021 IC ബാലകൃഷ്ണൻ DCC അധ്യക്ഷനായിരിക്കെ ബത്തേരി അർബൻ ബാങ്കിലേക്ക് സ്വീപ്പർ തസ്തികയിൽ പാർട്ടി പ്രവർത്തകന്റെ മകൾക്ക് നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ ശുപാർശ കത്ത് പുറത്തുവന്നു. നെന്മേനിക്കുന്ന് സ്വദേശിക്കാണ് നിയമനം നൽകാൻ ശുപാർശ നൽകിയത്. 20-ലധികം ഉദ്യോഗാർത്ഥികളായിരുന്നു അഭിമുഖത്തിനെത്തിയത്. ഈ നിയമനത്തോടെയാണ് NM വിജയന്റെ മകൻ ജിജേഷിന് അർബൻ ബാങ്കിലുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടതെന്നാണ് CPIM ആരോപണം. ഇതിനു പിന്നിൽ കോഴയിടപാടെന്ന് ആരോപിച്ച് CPIM ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് താളൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവ് കോൺഗ്രസ് നേതാക്കൾക്ക് അല്പമെങ്കിലും ആശ്വാസം പകരും. എന്നാൽ നിയമന ശുപാർശക്കത്ത് പുറത്തു വന്നതിന് പിന്നാലെ IC ബാലകൃഷ്ണൻ കൂടുതൽ പ്രതിരോധത്തിലാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ നിരത്തിലെ അപകടങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയില്ലാത്ത ഒരു ദിവസം പോലും നമുക്ക് മുമ്പിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട വന്യമൃഗ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും. കാസർഗോഡ് ഇരിയണ്ണിയിൽ പുലിഭീതി തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും രാത്രി പുലി എത്തിയതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ബോവിക്കാനത്തും മുളിയാറും വനവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും മുളിയാർ റിസർവ് വനമേഖലയിൽ 1-ൽ കൂടുതൽ പുലികൾ ഉണ്ട് എന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. മുളിയാർ റിസർവ് വനമേഖലയോട് ചേർന്നുള്ള മുളിയാർ പഞ്ചായത്തിലെ ഇരിയണ്ണി എന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ജനവാസ മേഖലയാണ്. ഏകദേശം 500-ലധികം വീടുകൾ ഈ ഭാഗത്ത് മാത്രമുണ്ട്. പക്ഷേ വന്യമൃഗശല്യം മൂലം പുറത്തിറങ്ങാൻ ഈ ഭാഗത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ പേടിയാണ്. പൂവടുക്കക്കാരുടെ പ്രിയപ്പെട്ട തെരുവുനായ രാമകൃഷ്ണനും ഒടുവിൽ പുലിയുടെ ഇരയായി. 5 വർഷത്തോളമായി പൂവടയ്ക്ക് കാവലായി ഈ നായയുണ്ടായിരുന്നു.
മുളിയാർ റിസർവ് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിലെല്ലാം ഇതുതന്നെയാണ് സ്ഥിതി. വളർത്തുനായ്ക്കളെയും തെരുവ് നായ്ക്കളെയും പുലി പിടിച്ചു. ഇരിയണ്ണിയിലെ കുഞ്ഞമ്പുവിൻ്റെ പശുവിനെ പുലി ആക്രമിച്ചത് 3 ദിവസം മുൻപാണ്, അതും വീട്ടുമുറ്റത്ത് വെച്ച്. രാത്രി ഒരു ഒച്ച കേട്ടു. ഞാനിവിടെ പുറത്താണ് കിടക്കുന്ന, ഈ ആന വന്നതിന് ശേഷം ഇവിടെ പുറത്താണ് കിടക്കില്ല, ഉള്ളിൽ കിടക്കില്ല. ഉള്ളിൽ കിടന്നൊന്നും അറിയുന്നില്ല. എന്തോ ഒരു ഒച്ച കേട്ടിട്ട് നോക്കുമ്പോഴേക്ക് പുലി കരക്കേന്ന് കടിച്ചനെ കടിച്ചിട്ട് ഇങ്ങനെ 2 പുറത്തേക്ക് വരുന്നുണ്ട്. ആന മുമ്പ് ഇപ്പോൾ കുറഞ്ഞിന്, മുമ്പേ ഇഷ്ടം പോലെയുണ്ട്. പുലി ഇവിടെ ഇപ്പോൾ ഈ കിടക്കുന്ന ഒരു 50 ഉണ്ടാവും. കാരണം ഒരു 4 കൊല്ലം മുമ്പേ ഇങ്ങനെ ഇത്രക്കില്ല പുലിനെ കാണുമ്പോൾ ചില ആൾ പറഞ്ഞ് കത്തപ്പുലി, കുറുക്കാൻ, പൂച്ച വലുതായത്, കണ്ടം പൂച്ച എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പോയതാണ്. അന്നേണ്ട് പുലി. ഇപ്പോൾ ഇത് 50 പുലി ഉണ്ടാവും മൊത്തം. മുളിയാർ വനത്തിനുള്ളിൽ 5-ലധികം പുലികളുണ്ട്. പുലികൾ നാട്ടിലിറങ്ങുന്നത് കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങാൻ പേടിയാണ്. മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നത് പോലും പലരും നിർത്തി. നമുക്കിപ്പോൾ പശുവെല്ലാം പോയാൽ പ്രശ്നമില്ല, നമുക്ക് മാത്രം നഷ്ടം. പക്ഷെ നമ്മളെ കുട്ടികളെല്ലാം 1 മൈൽ ഇത്ര ദൂരം നടന്നിട്ട് പോകുന്നതല്ലേ. പിന്നെ ഇപ്പോൾ ഇവിടെ കഴിവിലവരായിട്ട് അങ്ങനെ വണ്ടിയിൽ തന്നെ കാറിലെല്ലാം കൊണ്ടാക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ സ്കൂട്ടിയിൽ കൊണ്ടാക്കാൻ പറ്റുന്നവർ വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒന്നുമില്ലാത്തവർ രാവിലെ കുഞ്ഞുങ്ങൾ അങ്ങനെ കൊണ്ടാക്കും. മേഖലയിൽ പുലിശല്യം രൂക്ഷമായതോടെ വനം വകുപ്പിൻ്റെ RRT സംഘം പ്രദേശത്ത് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആനയെയും പുലിയെയും നേരിടാനുള്ള ആയുധങ്ങളൊന്നും ഇവരുടെ കൈവശമില്ല. വനനിയമങ്ങൾ പരിഷ്കരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. RRT ടീം ആനേനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള RRT ടീമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അവർക്കിപ്പോൾ ഇവരിപ്പോൾ വരുന്നത് അവരും ഒരു ജീവിതം സേഫ് എന്ന് പറയാൻ പറ്റില്ല. ഇവർക്ക് അങ്ങനെയുള്ള പിന്നെ തോക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പുലിയുടെ അടുത്ത് പോകുമ്പോൾ ഒരു മുൻകരുതൽ അവർക്കും വേണ്ടേ. പുലിഭീതി വർദ്ധിച്ചതോടെ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. പ്രദേശത്ത് സ്ഥാപിച്ച 12 ക്യാമറകളിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 4 പുലികളെയാണ് ഉദ്യോഗസ്ഥർ കണ്ടത്. കൂടാതെ ആന, കാട്ടുപോത്ത്, പന്നി എന്നിവയുടെ ശല്യവും ജനങ്ങൾക്ക് തീരാ ദുരിതം സമ്മാനിക്കുന്നു. ജില്ലയിലെ ദേലമ്പാടി, കാറടുക്ക, മൂളിയാർ പഞ്ചായത്തിലെ ജനങ്ങൾ വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടുകയാണ്. കാട്ടുപോത്തിനും പന്നിക്കും പുറകെ പുലി കൂടി നാട് കീഴടക്കിയിരിക്കുന്നു. വനം വകുപ്പിൻ്റെ RRT സംഘത്തിന് കയ്യിൽ പടക്കമല്ലാതെ മറ്റൊന്നുമില്ല. ആരാണിവർക്ക് സുരക്ഷയൊരുക്കേണ്ടത്? വനനിയമങ്ങൾ പൊളിച്ചെഴുതേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. അവിടെ ഒന്നിൽ കൂടുതൽ പുലികളുണ്ട് എന്ന് വനംവകുപ്പ് തന്നെ സ്ഥിരീകരിക്കുമ്പോൾ ആ പ്രദേശത്തുകാരുടെ ആശങ്ക, അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. വലിയ ആശങ്കയിലാണ് അവരുള്ളത്. അടിയന്തരമായ ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യത്തിൽ വേണം എന്നുള്ള ആവശ്യം അവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നഗരമധ്യത്തിൽ റെയിൽവേയുടെ മതിലിടിഞ്ഞു വീണ് KSRTC കൗണ്ടർ തകർന്നു. RMSനടുത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം. ജയശങ്കർ, എന്താണ് സംഭവിച്ചത്? ജയശങ്കർ. ശ്രീജിത്ത, തിരുവനന്തപുരം നഗരമധ്യത്തിലാണ് ഇത്തരത്തിൽ റെയിൽവേയുടെ മതില് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഈ മതില് ഇടിഞ്ഞു വീഴുന്നതിന് പിന്നാലെ ഈ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന KSRTCയുടെ കൗണ്ടർ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏറെ നാളായി ഈ കാലപ്പഴക്കമുള്ള ഒരു മതിലാണ് ഇടിഞ്ഞു വീണത്. KSRTC നിരവധി തവണ ഈ മതിൽ പുതുക്കിപ്പണിയണമെന്ന് ആവശ്യപ്പെട്ട് റെയിൽവേക്ക് നിവേദനവും മറ്റും നൽകിയെന്നാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷവും ഒരു തരത്തിലുള്ള പരിഹാരം ഉണ്ടായില്ല. ജീവനക്കാർ ഉൾപ്പെടെ KSRTCയുടെ കൗണ്ടറിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിൽ മതിൽ ഇടിഞ്ഞു വീണത്. എന്തായാലും സംഭവത്തിൽ ആർക്കും തന്നെ പരിക്കില്ല. വലിയൊരു അപകടമാണ് ഒഴിവായത്. നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാം. ഈ മതിലിന് അത്രമാത്രം വർഷങ്ങളുടെ കാലപ്പഴക്കമുണ്ട്. നമ്മൾ കൈകൊണ്ട് തന്നെ പിടിച്ചാൽ തന്നെ ഇത് പൊടിഞ്ഞു പോകുന്ന രീതിയിൽ അത്രയും ദുർബലമായ കട്ടകളാണ് ഇതിലുള്ളത്. അത്രയും കാലപ്പഴക്കം നമുക്കിതിൽ കാണാം. ഒരു പ്രദേശത്ത് ഏകദേശം 50 മീറ്ററിലധികം മതിൽ പൂർണ്ണമായും ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം. അങ്ങനെ പെട്ടെന്നൊന്നും ഈ ഇഷ്ടികക്കട്ട കൊണ്ടുള്ള മതിലുകൾ ഇടിഞ്ഞു വീഴില്ല. പക്ഷേ ഇതിൻ്റെ കാരണം കാലപ്പഴക്കം തന്നെയാണ്. KSRTC അധികൃതർ ഇത് വ്യക്തമാക്കുന്നു. അവർ പറയുന്നത് തങ്ങൾ നേരത്തെ തന്നെ റെയിൽവേക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതികളും നിവേദനങ്ങളും എല്ലാം നൽകിയെന്നാണ്. പക്ഷേ എന്നിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ലെന്ന് അവർ പറയുന്നു. എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായത്. ഈ യാത്രക്കാർ ഉൾപ്പെടെയുള്ള സമയത്താണ് ഈ ഫുട്പാത്തിനോട് ചേർന്നുള്ള കൗണ്ടറിലേക്ക് ഈ ഒരു മതിൽ ഇടിഞ്ഞു വീണത്. എന്തായാലും റെയിൽവേ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ട്. മതിലിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ KSRTC ഉദ്യോഗസ്ഥർ ഈ റെയിൽവേയുടെ ശ്രദ്ധയിലേക്ക് ഇത് പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഇപ്പോഴത് തകർന്നു വീഴുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. RMSനടുത്താണ് സംഭവം ഉണ്ടായത്. അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന്, അപകട സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു AV ജയശങ്കർ. ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. ഷോർട്ട് ബ്രേക്ക്. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
ഇനി കുരാണത്തിൻ്റെ സമയമാണ്. കാണാം കുരാണം.